തനി മലയാളി യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് കാണുന്നതായിരിക്കും. ഈ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഇത് കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഒരു ദിവസം നിൽക്കുന്നത്, തൻ്റെ കുഞ്ഞിനോട് എങ്ങനെയാണ് ചിലവഴിക്കുക എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ഇതേ കണക്കുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ വീഡിയോ ഇതേ കണക്ക് കാണിക്കുന്നുണ്ടായിരുന്ന ഇടയിൽ ആ സമയത്ത് ആ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റാണ്. കുഞ്ഞെന്തോ കറുത്തിരിക്കുകയെന്നോ അപ്പൂപ്പൻ്റെ കണക്കാണെന്നോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ വെച്ചുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തന്മാർ കമൻറ്റ് ഇടുന്നത്. ഇതുപോലത്തുള്ളവന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നത്. അതിനുണ്ടെങ്കിൽ തനി മലയാളി ഇതേ കണക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻസ്റ്റയിൽ എൻ്റെ കുഞ്ഞിനെ പറ്റി എനിക്കറിയാം, അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരുത്തന്നെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കളിയാക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഭയങ്കര ആർഷമായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തുള്ള ഓരോരുത്തന്മാരും ഉണ്ട്. സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോലും ഇതേ കണ്ണുകൊണ്ടായിരിക്കും അവനൊക്കെ കാണുന്നത്. അങ്ങനത്തെ ഉള്ളവന്മാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അങ്ങനെയുള്ളവന്മാരായിരിക്കും നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു കുഞ്ഞിനെ പോലും കളറും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര കളിയാക്കാനുള്ള മനസ്സുകാരനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നാടിന് തന്നെ ഒരു ആപത്ത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളവന്മാർക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട ശിക്ഷ തന്നെ കൊടുക്കണം. അത് തന്നെ ഇവരെ പോലത്തുള്ളവർ ഇതേപോലത്തുള്ള മറുപടി കൊടുത്താലേ പിന്നെ അവനെ പോലത്തെ ഉള്ളവന്മാരൊന്നും ഇതിനെപ്പറ്റി മിണ്ടാതെ ഇരിക്കത്തുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.